ഇപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് കേന്ദ്രമന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപി ഏത് ബൂത്തിൽ വോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. അതല്ല കേരളത്തിലെ ജനങ്ങളുടെ വിഷയം. ശ്രീമാൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായപ്പോൾ ആകമാനം കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ മന്ത്രിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ആ വോട്ടിംഗ് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതിന് പകരം സ്വന്തം നാട്ടിൽ ഒരാൾ ഒരു കേസിൽ വിഖ്യാതമായ കുപ്രസിദ്ധമായ ഒരു കേസിൽ വിധി പറഞ്ഞിട്ടുണ്ട്. ആ കേസിൽ മിസ്റ്റർ രാജൻ്റെയും വകുപ്പ് മന്ത്രിമാരുടെയും കൂട്ടുകാരൻ വീടിനകത്തിരുന്നു കൊണ്ട് പ്രത്യേകം എന്തെങ്കിലും വിധി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്ന് ആത്മപരിശോധന നടത്തിയാൽ അത് മിസ്റ്റർ രാജൻ പിണറായി വിജയനോട് ചോദിച്ചാൽ മതി. കണ്ണൂർക്കാരൻ ശ്രീമാൻ പിണറായി വിജയന് തിരുവനന്തപുരത്ത് വോട്ട് ചേർത്ത് വോട്ട് ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരും വിവിധങ്ങളായിട്ടുള്ള ജില്ലകളിൽ നിന്ന് വന്ന് തിരുവനന്തപുരത്ത് തമ്പടിച്ച് MLA-യും മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ശ്രീമാൻ സുരേഷ് ഗോപിക്ക് നിലനിൽക്കുന്ന നിയമപ്രകാരം ഒരു വോട്ടല്ലേ ചെയ്തിട്ടുള്ളൂ, ഒരേ ഒരു വോട്ട്. അത് ഞാനിപ്പോൾ വിചാരിക്കുകയാണ്, അടുത്ത എൻ്റെ വോട്ട്, ഞാൻ ഇപ്പോൾ എൻ്റെ അമ്മ 94 വയസ്സായി, അപ്പോൾ അമ്മയ്ക്ക് വോട്ട് ചെയ്യാനുള്ള നടക്കാനുള്ള ആരോഗ്യമുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് ഞാൻ മണലിത്രയിലേക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ താമസിക്കുന്നത് തൃശ്ശൂരിലാണ്. അപ്പോൾ വോട്ട് മണലിത്രയിലെ തെക്കുംകര പഞ്ചായത്തിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റാത്തത് അമ്മയെ കൂടി വോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നതെന്ന് വിചാരിക്കുക, വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ആലപ്പുഴയിൽ വോട്ട് ചെയ്താൽ തെറ്റുണ്ടോ? ഞാനിപ്പോൾ തീരുമാനിച്ചു വന്നിരിക്കട്ടെ, അടുത്ത നിയമസഭയിൽ ഞാൻ ആലപ്പുഴ ജില്ലയിലാണ് വോട്ട് ചെയ്യുന്നതെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ആർക്ക്? ഈ മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, ഞാൻ കഴിഞ്ഞ കാലത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതിലിപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, സുരേഷ് ഗോപിയും കുടുംബവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് സ്ഥിരതാമസക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഇവിടെ സ്ഥിരതാമസക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങോട്ടേക്ക് വോട്ട് മാറ്റി. അപ്പോൾ അത് ഒരു കൃത്രിമമായിരുന്നു എന്നുള്ളതാണ് ആരോപണമായിട്ട് പറയുന്നത്. ഇന്ന് രാവിലെ കൂടി കെ രാജന്റെ പ്രതികരണത്തിൽ അല്ല, ഇപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് കേന്ദ്രമന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപി ഏത് ബൂത്തിൽ വോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. അതല്ല കേരളത്തിലെ ജനങ്ങളുടെ വിഷയം. ശ്രീമാൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായപ്പോൾ ആകമാനം കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ മന്ത്രിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ആ വോട്ടിംഗ് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതിന് പകരം സ്വന്തം നാട്ടിൽ ഒരാൾ ഒരു കേസിൽ വിഖ്യാതമായ കുപ്രസിദ്ധമായ ഒരു കേസിൽ വിധി പറഞ്ഞിട്ടുണ്ട്. ആ കേസിൽ മിസ്റ്റർ രാജൻ്റെയും വകുപ്പ് മന്ത്രിമാരുടെയും കൂട്ടുകാരൻ വീടിനകത്തിരുന്നു കൊണ്ട് പ്രത്യേകം എന്തെങ്കിലും വിധി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്ന് ആത്മപരിശോധന നടത്തിയാൽ അതായിരിക്കും.